ഓന്റെ ഫുള്ള് സംഭവം ചെയ്യട്ടെ ഇരിക്കേ സമയമുണ്ട് ഇരിക്ക് വെറുതെ പൊട്ടങ്ങളി കളിക്കല്ല ഇരിക്കടാ അടി വരെ ഇവിടെ നാശനഷ്ടം വരും നീ അല്ലെങ്കിൽ തന്നെ എനിക്ക് നഷ്ടം നീ എന്നെ പൈസ ഞാൻ പിടിക്കാം കമ്പനിക്ക് 1.5 ലക്ഷം എന്തായാലും പോയി ഇത് അലാക്കിന്റെ തമിഴ് സിനിമയിലെ ഏതോ നടനെ പോലെ ഉണ്ട്. മുന്നിന്റെ ട്രാൻസ്ഫോർമേഷൻ നോക്കെ അവിടെ നിക്ക് എനിക്ക് ബിഫോർ ആഫ്റ്റർ എടുക്കണം. ഫുള്ള് മീശ അടക്കോ ഇപ്പളേ ചെയ്തോ അല്ലെങ്കിൽ പയ്യ മൈൻഡ് മാറിപ്പോ ചെയ്തോ. ഇല്ല മീശ സിംഗോ ആ സിംഗിൾ ലുക്ക് ഞാൻ പറഞ്ഞത്. ഇത് നോക്കടാ ചെറിയ ചക്ക ഇതേടെ കുഞ്ഞിച്ചക്ക നമ്മളെപ്പുറം വരണ്ടേ കാര്യം പറയല്ല നമ്മളെപ്പുറം വരണ്ട. എന്താണ് മാറ്റടാ ആരാണ് ആള് എനക്കറിയില്ല. ഇത് ആരാന്ന് എനിക്കറിയില്ല. മൊട്ടടിക്കാ ഓടിയടാ ഞാനിനി നീ എന്നങ്ങനെ വിളിക്കല്ലേ സത്യം ബഹുമാനിച്ച ആ താടിയിലുള്ളോണ്ടാവും. വിശ്വസിക്കാൻ ഞാൻ ഏറ്റവും പ്രായം കുറഞ്ഞ ലുക്ക് ഓൾറെഡി 42 ഇവനിപ്പോ ഒരു 35 അതേപോലെ ഉള്ളത്. നിന്റെ അവനെ മുട്ട അടിപ്പിക്കണോടാ. പക്ഷെ ഭയങ്കര ഇതാണ്, ഭയങ്കര പാടാണ് അതിനെ മുട്ട അടിപ്പിക്കാൻ. വല്ലാണ്ട് തന്നെ അടിക്കോടെ അവന്. എന്താന്ന് മരിക്കാൻ നടക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഉള്ളത്. കൊന്നില്ലെങ്കിൽ എല്ലാം കൂടിതാ പഞ്ഞിയും കൂടി കേട്ടിക്കണി.
മുത്ത ഡബ്ല്യൂടാ ഒരു പബ്ജിയിലെ പെണ്ണ് ഇത് കിട്ടിയടാ ഐഡി കിട്ടിയടാ. നീ ചോദിച്ചിട്ട് വരുമെന്ന് എനിക്ക് അറിയാം, അതനുസരിച്ച് തരൂല. പിന്നെ നീ കേറുമ്പോ ഞാനും കേറില്ലടാ. എടുത്തോളെ ഐഡി അവിടെ സേവ് ചെയ്തേ. പണ്ടത്തെ ട്രെൻഡ് ഇപ്പത്തെ ട്രെൻഡ് എന്താ അറിയോ? ഗെയിം ഐഡി വാങ്ങാ, റിക്വസ്റ്റ് ഇടുക, ഒന്നിച്ച് ഗെയിം കളിക്കുക. നിന്റെ നോട്ടത്തിൽ എന്തെല്ലോ ചതി ഒളിഞ്ഞ് കിടപ്പുണ്ട്. ഒരു ചതിയുമില്ല. എന്റെ അടുത്ത് അത് നടക്കൂല. കാര്യം പറയാം, നിന്നെ കത്തി എടുത്തിട്ട് കുത്തിക്കൊല്ലും. അങ്ങനെ എന്തൊക്കെ നടന്നിട്ടുണ്ട്. മുട്ട അടിച്ചില്ല എന്നെ, ഞാൻ പറയുന്നില്ല. എന്റെ ജീവിതം ഞാൻ ചാറ്റ് എടുത്ത് വായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്. എപ്പം വേണമെങ്കിൽ ഞങ്ങൾക്ക് ഓടണം, പറയാനില്ല. നേരത്തെ അതിനെ ഓടാന്ന് ചാറ്റ് വായിച്ചോളൂ. നേരത്തെ വന്ന വേണ്ടിട്ട് പബ്ജി അടി സെർച്ച് ചെയ്ത് മുട്ട അടിച്ചാ ഞാൻ പിന്നെ ആത്മഹത്യ ചെയ്യലായിരിക്കും ഏറ്റവും നല്ല കാര്യം. സ്കൈ ഇതല്ലേ? സ്കൈ 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 എടാ, ഓള് വന്നപാടില്ലടാ. ഓള് വന്നപാട് ഓളെ റിയൽ നെയിം അറിയുന്നതിന് പകരം സ്കൈ എന്നാടാ പേര് പറയുന്നത്. ഏത് ബഗ്ഡല്ലേ ഫുള്ള്. എനക്ക് വന്ന് ഈ പെണ്ണില്ലേ ഗെയിം കളിച്ച് അതിൽ തന്നെ ആയിപ്പോയി തോന്നുന്നു. മറ്റേ മൈൻഡ് ആയി തോന്നുന്നു. ഇങ്ങനെ ഫുള്ള് വെർച്വൽ മൈൻഡിലായിപ്പോയി തോന്നുന്നു. അങ്ങനത്തെ ഒരു ഇങ്ങനെ എന്തോ ഒരു ഗണ്ണെടുത്തില്ലാലോ, എവിടെ ലൂട്ടാടെ കിട്ടുക, ഗണ്ണില്ലാലോ, ഇന്ന് ചിക്കൻ ഡിന്നർ അടിക്കണമല്ലോ, അങ്ങനത്തെ ഒരു എക്സ്പ്രഷൻ ആണ്. അവളെ കാണുമ്പോ തന്നെ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. എന്ത് ഗെയിം കളിക്കാൻ പോകുമ്പോ എന്തിര് നീ ആരാന്ന് എനിക്കില്ല. നീ ആദ്യം ജപ്തി തീർക്ക്, എന്നിട്ട് നിന്നെ ഗെയിം കളിക്കാൻ കൂട്ടാ. ആദ്യം നീ ഫീസ് അങ്ങനെ പറയല്ല. ഞാൻ കാണുന്നുണ്ട്. കഴിഞ്ഞാ നിന്റെ ഉള്ള കാര്യം പറയാലോ. പിന്നെ അതിലും നല്ല എന്താ അറിയോ, ഗെയിമിൽ കുറെ ഗേൾസ് ഉണ്ട്. ഗെയിമിൽ കുറെ ഗേൾസ് ഉണ്ട്. ഞാൻ ഇങ്ങനെ ഒരു ലോകം മറന്നോടെ. ഇത്രപാട് ഗേൾസ് പബ്ജിയിലുള്ള കാര്യം ഞാൻ മറന്നേടാ. ഹലോ ഹലോ ഹായ് ഹേ ഐഷു, what's up baby girl, how are you? எப்படி இருக்கு? நான் நல்லா இருக்கேன். நீங்க எப்படி இருக்கு? நான் நல்லா இருக்கேன். நான் வந்து லைவ் ஸ்ட்ரீம் பண்ணிட்டு ட்ரெக்கிங்க லைவ் ஸ்ட்ரீம் பண்ணிட்டு இருக்கீங்க. நீங்க என்ன பண்ணிட்டு இருக்கீங்க? நீங்க என்ன என்ன ஒர்க் என்ன ஒர்க் ஆஃபீஸ்? இந்த நேரத்திலா ஏன் ஆஃபீஸ் ஒர்க்? நைட் ஷிஃப்டா? அப்படியா? சரி மானத்தெல்லாம் வாங்கி விட்டுறாதீங்க லைவ்ல. நான் போறேன். பை. அப்படியா? എടാ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. തമിഴ് അറിയോ? ഓക്കെ എടാ നിനക്ക് മലയാളം അറിയെങ്കിൽ പിന്നെ മലയാളത്തിൽ പറഞ്ഞാ പോരെ ലോട്ടെ. മഞ്ഞ പല്ലൊന്നൊരു പല്ലേക്കാത്ത പല്ല് മാത്രമേ ഒരു സീനുള്ളൂ. അങ്ങോട്ട് എടാ ഇനി അങ്ങോട്ട് പല്ലനെ തേക്കാൻ തുടങ്ങിക്കോ മോനോ. ഇനി അങ്ങോട്ട് പല്ലനെ തേക്കാൻ തുടങ്ങിക്കോ. പൊക്കിയടിക്കാൻ പാടില്ല. നമുക്ക് നല്ല വിഷമമുണ്ട്, സത്യം പറയാം നല്ല വിഷമമുണ്ട്. വിഷമില്ലേ? ഇടണ്ടാ എന്താന്ന് വെയിപ്പ് ചെയ്യുന്ന വെയിപ്പ് ചെയ്യുന്ന നിർത്തടാ. ഇതെന്താണ്? എന്ത് ലൈഫാണ്?
ഞാൻ കാര്യം പറയാം. ഞാൻ 2 ദിവസം ഉപയോഗിച്ച് നോക്കിയിട്ടുള്ള ഇത് പറയുന്നത് എനിക്ക് ഡേഞ്ചർ സാധനം. കള എടുത്തിട്ട് കള. ഞാൻ തന്നെ പറയട്ടെ. ഞാൻ സത്യം പറയട്ടെ, ഇപ്പൊ നീ ഇത് കളഞ്ഞ എനിക്ക് തോന്നും ഇന്ന് നിർത്തണം, നാളെ നിർത്തണം, ഇപ്പൊ കളയണം, നാളെ കളയണം തോന്നും. ഇപ്പൊ നീ ഇത് കളഞ്ഞ എടാ പൈസന്റെ അല്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഇത് തുടങ്ങിയതാണ്. എനക്ക് ഞാൻ ഒരു പോയിന്റിൽ ഇങ്ങനെ സ്നാപ്പ് ഇട്ടോലെ നമ്മൾ തീരുമാനം എടുക്കണം. ഇപ്പൊ നീ ഇത് കളഞ്ഞാൽ നീ ജീവിതത്തിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. ബ്രീത്ത് എയർ കള മുത്ത ഏത് സാധനമാടാ, ഏത് സാധനമാടാ, അത്രേ ഉള്ളൂ. നിന്റെ ജീവിതത്തിൽ ഞാൻ ഉപയോഗിക്കാൻ പറ്റില്ല. എന്റെ മുത്ത ഡബ്ല്യൂമാടാ, കളഞ്ഞോടെ ചിരിക്കും ആവേശത്തിൽ കളഞ്ഞ സീനില്ല. ഒരു ജീവിതത്തിൽ ഉപയോഗിക്കാണ്ട് മതി. എടാ ഇല്ലേ അതിന് കുറച്ച് വില ഉള്ളപ്പോ നമുക്ക് എന്താ അറിയോ, അത്രയും വിലയുള്ള സാധനം കളഞ്ഞല്ലോ ഉള്ള റിഗ്രറ്റ് കുറച്ച് സമയം ഉണ്ടാവും. ആ റിഗ്രറ്റ് നമ്മളെ എപ്പോ ഓർമ്മിപ്പിക്കും. അതുകൊണ്ടാണ് നമ്മൾ പിന്നെയും ഓക്കെ അല്ല ആ പൈസന്റെ ഇതുള്ളോണ്ടായിരിക്കും പിന്നെയും പിന്നെയും വാങ്ങുന്നത്. എല്ലാടാ ഇപ്പൊ പാവൊക്കെ എന്റെ മോട്ടിവേഷൻ നടക്കുന്ന അതിന്റെ ഇടയ്ക്ക് കൈതച്ചക്ക പറ പാവടാ ഇത്. എടാ പാവ അതിനെ തിന്നാ കുടിക്കാനൊരു വള്ളങ്ങ് വാങ്ങിച്ചാ കിട്ടോ, ഇവിടെ നിന്നാ കിട്ടോ. ഉപ്പിലിട്ട മാത്രം മതി. ഐസ്ക്രീം കുടിച്ചാലോ? അസ്കുന്നില്ല, ദാഹം ഒന്നുമില്ല. അസ്കു സ്റ്റീൽ ബോഡി എന്ന് പറഞ്ഞേ. ഓ നടത്തം തന്നെ കാണുന്നില്ലേ? വേണ്ട പടക്കം വേണ്ട. നിങ്ങളെ പടക്കം ആരും വേദനിപ്പിക്കുന്നില്ല. അപ്പൊ ഭയങ്കര ഹാംലെസ് ആയിട്ടുള്ള പടക്കം. ആ ആരും നിങ്ങൾ വേദനിപ്പിക്കുന്ന സാധനങ്ങൾ വെക്ക്. ബോംബ് കുണ്ടെല്ലാം വെക്ക്. നിങ്ങള് നിങ്ങളെ മല്ലാടെ പോയ 2 മല്ലാടെ പോയി. നിങ്ങൾ മലയാളിയല്ല, മലയാളം പഠിച്ചതാ? തമിഴാ? 20 കൊല്ല. എന്റെ പേരെന്താ? പരമനാ. കല്യാണം കഴിഞ്ഞതാ? ഫാമിലി ആയിട്ട് ഇവിടെ തന്നെ 15 വർഷം ഇവിടെ താമസിച്ചു. എത്ര സമയം ഇവിടെ നിൽക്കാൻ തുടങ്ങിയത്? എത്ര സമയം? 12 മണി 1 മണി വരെ ഉണ്ടാവും. അല്ല എപ്പ വന്നതാ? വൈകുന്നേരം 6 മണിയാകുമ്പോ. വൈകുന്നേരം 6 മണി. അപ്പൊ വൈകുന്നേരം 6 മണി വരെ എന്താക്കും രാവിലെ മുതല്? രാവിലെ പ്രിന്റിംഗ് പ്രസ്സിലാ ഓർത്താ. ഓ ഡബിൾ ഷിഫ്റ്റ്. ഓ പൈസ ആക്കലല്ലേ എന്റെ മുത്തേ. മൾട്ടി മില്യണയർ മൈൻഡ് സെറ്റ്. ഇതാണ് മില്യണയർ മൈൻഡ് സെറ്റ്. രാവിലെ മുതൽ 6 മണി വരെ പ്രിന്റിംഗ് പ്രസ്സിൽ വർക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് 2ാമത്തെ ഷിഫ്റ്റ് ഇത് ഇറങ്ങും. ഏത് ബിസിനസ് മൈൻഡാ എന്താ മുത്ത. എത്ര പൈസ ഉണ്ടാക്കും ഇതാക്കിയാ? ഇത് കൊടുത്ത എത്ര പൈസ ഉണ്ടാക്കും? മഴ പെയ്താ ഓർക്കും, മഴ ഉണ്ടെങ്കിൽ. എന്നാൽ ആവറേജ് ഒരു ഏകദേശം ഒരു ദിവസം ഏകദേശം എത്ര നമുക്ക് 500 രൂപ എന്തെങ്കിലും കിട്ടും. 500 രൂപ ഒരു ദിവസം? ഓ 1 മണി വരെ 2 മണി വരെ എന്നാലേ കിട്ടുള്ളൂ. വെച്ചോ പോന്നാ. ഫുഡ് കഴിച്ചാ? ഫുഡ് വേണോ? ഫുഡ് കഴിക്കും. നമുക്ക് നല്ല വിശപ്പുണ്ടോ? നല്ല വിശപ്പുണ്ട്. വിശപ്പടങ്ങുന്ന എന്തെങ്കിലും ഉണ്ടോ ബ്രദർ? വിശപ്പടങ്ങുന്ന എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. എന്താ ചെയ്യുവാ? നല്ല വിശപ്പുണ്ടോ? ആടെന്താ തട്ടാട് ചിലരുടെ ഒന്നും ചോദിച്ചോ തട്ടാട് ഫുഡ് കഴിച്ചിട്ടില്ല. തട്ടാടുണ്ടോ അവിടെ? തട്ടാടാ പോലീസ് ജീപ്പല്ലടാ. പോലീസ് 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 അല്ലടാ, പോലീസ് അല്ലടാ, പോലീസല്ലേ? ഇത് അപ്പുറത്തെ സൈഡ്. അത് ഏതോ വേറെ ഏത് വണ്ടിയാണ്. പോലീസാടാ. എന്തല്ല ബ്രോ? സുഖല്ല? ഇതെവിടെ ഫുഡ് കിട്ടാ? എന്താണിത്? ഇതെന്താ? ഒരു മിനിറ്റ്. ഇതെന്താ സാധനം? തനിച്ച് കേത്തില് AK-47 ഇട്ട് നടക്കുന്നടാ. പിന്നെ അതിനെന്താണ് അങ്ങനെ വേറെന്താ? ടീം കോക്ക ചീസ്. ഞാൻ പറയട്ടെ നിങ്ങൾ എന്ത് പറഞ്ഞോ? ചോദിച്ചോ? പറഞ്ഞോ? കുഴപ്പമില്ല.
ഇന്നോവ കൊണ്ടുപോയി. ബ്രോ നിങ്ങളാളല്ലേ ഇന്ന് രാത്രി സംസാരിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായതാ മറ്റേ സ്വിഫ്റ്റിന്റെ ഓണറുമായിട്ട്. നിങ്ങളാണ് ഇതിൽ ഏറ്റവും ഡേഞ്ചറസ് ആരാ അറിയോ? ഇതാ ഇവരാണ് ശരിയായ ഡേഞ്ചറസ് ആര്. നിങ്ങളെ വേറെ എന്താ ഷുഹൈബാ? നിങ്ങളെ അർജുവാ? നിങ്ങള് ഷിഫാസാ? നിങ്ങള് എന്റെ വണ്ടി വേറെ അസുഖത്തിലുള്ളേ. നീ കണ്ടിട്ടുണ്ടോ? വേറെ മുന്നേ കണ്ടിട്ടുണ്ടോ? ഇത്ര സമയം ഇവനെ ഉണ്ടാകുന്നേ ആ വണ്ടിന് എന്താ സംഭവം? അവനോട് സംസാരിക്കാൻ പറയുകയാണെങ്കിൽ വണ്ടി തരാൻ പറ്റില്ല. എന്റെ സ്വന്തം പക്ഷം നീ അവനോടൊന്ന് ചോദിച്ചാലും താക്കോല അവരോട് ചോദിച്ചാലും കാര്യത്തിൽ കിട്ടില്ല. അതെന്താ? അവരോട് സംസാരിക്കാം, നമുക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ല. ഞാനില്ല റസലായിട്ട് തീർക്കാം. ഞാൻ ഇന്ന് ഓരോ സംസാരിക്കാൻ പക്ഷെ അവരല്ല വണ്ടി തന്നത്. ഓനാ വണ്ടി കൊണ്ട് തന്നെ റസല് പണിക്ക് കയറ്റിയാണല്ലേ. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ പ്രശ്നം തരാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല. അല്ല ഞാൻ ചോദിക്കട്ടെ, ആർ സി ഓണറിന് ഇതിലൊന്നും കാര്യമില്ല. അപ്പൊ ഇല്ലില്ല കാര്യമില്ല. താക്കോൽ ആരോ കൊണ്ടുതരുന്ന അയാളെ വണ്ടി ഏൽപ്പിച്ചാൽ രണ്ടും കൂടി മൊത്തം എത്ര പൈസ ആവും? മൊത്തം പണി എടുക്കാം. അവന്റെ വണ്ടി മൊത്തം 26,000 പണി. മൊത്തം രണ്ടു വണ്ടിയും കൂടി മൊത്തം എത്ര പൈസ പണി കൺവേർട്ട് ചെയ്താണല്ലേ വണ്ടി? അല്ലേ കൺവേർട്ട് ചെയ്ത വണ്ടിയാണ്. ജീഫോറിന്റെ ബമ്പർ, ബോണറ്റ്, ഫെൻഡർ അടക്കം നല്ല രീതിയിൽ നോവയ്ക്കാണ് കൂടുതലും. മൊത്തം രണ്ട് വണ്ടിയും കൂടി എത്ര പൈസയുടെ പണിയാവും? നോക്കേണ്ടി വരും. ഏകദേശം രണ്ടു വണ്ടി വണ്ടിക്ക് 26,000 പണി എന്തായാലും ഉണ്ട്. നമ്മളെ വണ്ടിക്ക് ഇങ്ങനെ വണ്ടി എന്തായാലും റേഡിയേറ്റർ കണ്ടൻസർ വണ്ടി ഓടിച്ചോണ്ട് പോകരുത്. വണ്ടി ഓടിച്ചോണ്ട് പോകരുത്. വണ്ടി കൊണ്ടുപോകാണ്ടിരിക്കുന്ന ഏറ്റവും നല്ലത് എന്റെ വീട്ടിൽ പറയണം. വണ്ടി ഓടിച്ചോണ്ട് പോകാണ്ടിരിക്കുക നല്ലത്, ഏറ്റവും നല്ലതെന്ന് പറയാം. റണ്ണിങ് ആക്കണമെങ്കിൽ ആ കേസ് മൊത്തം വലിക്കണം. കേസ് വലിക്കണമെങ്കിൽ നിങ്ങൾ ആ കണ്ടീഷൻ റണ്ണിങ് ആക്കി നിങ്ങൾക്കൊരു ബാഡായിരിക്കും. അതെനിക്കറിയാം. ഇന്നലെ എന്റെ അനിയൻ വണ്ടി ഇത് നാട്ടിലെത്തിച്ചാൽ നമുക്ക് ചെറിയ പൈസക്ക് പണിയെടുക്കാൻ പറ്റും. അവിടെ എനിക്കറിയാം. അപ്പൊ നാട്ടിലെത്തിക്കാൻ വേറെ വഴി ഉണ്ടോ? കെട്ടി വെച്ചു പോകാൻ അതിലും ചെലവാവൂലേ? അതും ഇതിലും ചെലവന്നല്ലേ? എങ്ങനാ സജ്ജാക്കാരാ? ആ ഓക്കെ. ടോട്ടറൊക്കെ ഇങ്ങോട്ട് വരുത്തുണ്ട്, ഇടക്കിടക്ക് റേഞ്ച് റോവർ കൊണ്ട് വരുത്തുണ്ട്. ഇവരിപ്പൊ കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടോ? വണ്ടി കൊണ്ടുവന്ന ആളല്ല. ചെറിയ മതിയാക്ക്. അതാണ് അടുത്തവിടെ ഫുഡ് കിട്ടോ? തൊട്ടടുത്ത് പെട്ടെന്ന് വിശപ്പ് മാറ്റാൻ. അങ്ങോട്ടേക്ക് പോയാലോ? സംസാരിച്ച് വിളിക്കാം. മനസ്സിലായി, സംഭവം മനസ്സിലായി. റസലിനപ്പം മുന്നേ പരിചയമുണ്ട്. അതിന്റെ ഇൻഷൂർ പ്രശ്നമാണ്, അതാ പ്രശ്നം. അല്ല ക്ലെയിം അല്ല, തേർഡ് പാർട്ടല്ല അത്. ക്ലെയിം ചെയ്യാൻ ഞാൻ പറഞ്ഞു, ക്ലെയിം ചെയ്ത് ബാക്കി നമുക്ക് ശരിയാക്കാന്ന് പറഞ്ഞതാ. ഓക്കെ ഓക്കെ ബൈ. ഇത് ബോണറ്റ്, ഇതോ ഇത് ലൈറ്റ്, ഹെഡ്ലൈറ്റ്. അപ്പൊ ഇതോ അതോ? ഇത് ബമ്പർ ഇങ്ങനെ അല്ലേ? നിങ്ങളെവിടാ നിങ്ങളെ പണിയുന്നത്? അല്ല, ഇതിലേതാ കൂളന്റ്? നിങ്ങളെ പേരെന്നാ? കണ്ണാ. ഇത് എത്ര ദിവസം എടുക്കും പണിയെടുക്കാൻ? അത് നമുക്ക് ഒരാഴ്ച വേണ്ട. ആ, എത്ര പൈസയാവും? അത് വേറെ പുള്ളിയാണ്. എന്നാലേ ഏകദേശം പറ. ഞാൻ വിളിക്കാം പുള്ളിനെ. വിളി വരുന്നുണ്ട്. ഞാൻ വിളിക്കുന്നത്. ആരാന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. എനക്ക് നാസിമിന്റെ ഒരു ഫോട്ടോ എടുക്കണോ? ഫോട്ടോ തരാം. വണ്ടി പണിയുടെ പൈസ കുറച്ച് തരണം. അല്ല ഞാൻ വേറെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റിന് ഞാൻ റെഡിയാണ്. അല്ല തമാശ അല്ല, ഞാൻ അഡ്ജസ്റ്റ്മെന്റ് റെഡിയാണ്. സത്യം പൈസ ഇല്ല.
ഏട്ടാ പിന്നെന്താ ഏട്ടാ ഞാൻ എന്ത് അഡ്ജസ്റ്റ്മെന്റിനും റെഡിയാ. പണിയെടുത്തരോ? ഫ്രീ ആയിട്ട് പണിയെടുത്തരോ? അല്ല കാര്യം ചോദിക്കാൻ ഞാൻ റെഡിയാണ്. സത്യം റെഡിയാണ്. ഞാൻ എന്ത് അഡ്ജസ്റ്റ്മെന്റിനും റെഡിയാണ്. പണിയെടുക്കോ? കണ്ടിട്ടില്ല യൂട്യൂബില്. ആയി പറ ഏട്ടാ എന്താ കരിയാ ഇങ്ങനെ ആക്കാം. എടാ നാദിക, എടാ നമുക്ക് ഫോട്ടോ എടുക്കണ്ടേ? നല്ല ലേറ്റുള്ള സ്ഥലത്ത് ഫോട്ടോ എടുക്കണോ? നല്ല ബാക്ക്ഗ്രൗണ്ട് എടുക്കാം. നല്ല ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോ എടുക്കാം. സ്റ്റോറി ഇടാം. പിന്നെ സ്കിരിക്കാരന് നിന്നെ പോലെ നീ സ്കിരിക്കാറുണ്ട്. 5 നേരം നിസ്കരിക്കും, 5 നേരം നിസ്കരിക്കും. ഒന്ന് അത്തയ്യാത്ത ഓതിയ അറിയില്ലടാ. നീ എന്ത് നിസ്കരിക്കല്? അത്തയ്യാത്ത അറിയില്ല നിനക്ക്? ഞാൻ പാടിത്തരട്ടെ സോറി ഞാൻ ഓതി തരട്ടെ ഉദ്ദേശിച്ചേ. നീ ഓതി ഞാൻ ഓതി തരട്ടെ. അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു തയ്യിബാത്തിലില്ല. അസ്സലാമു അലൈക അയ്യുഹൻ നബി വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അസ്സലാം അലൈന അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. തെറ്റുണ്ട് അവിടെ ഒരു അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. ചങ്ങായി വന്നിട്ട് നോക്കിട്ട് എടാ എനക്ക് അറിയാടാ. എനിക്ക് ഞാൻ പറയട്ടെ, ഞാൻ നിസ്കരിക്കുന്നില്ല നിസ്കരിക്കുന്നില്ല അറിയോ? പിന്നെ പോലെ നിസ്കരിക്കുന്ന തള്ളൂലേ ഞാൻ. പാവം ചങ്ങായടാ, ഒരു പാവം ചങ്ങായടാ. ഇതെന്താ ഇനി അടുത്ത പരിപാടി മുനു എന്തെങ്കിലും പറിച്ചിട്ട് ചാടല്. അതാണ് മുനുവിന്റെ അടുത്ത പരിപാടി. എന്ത് പറിച്ച് ചാടുന്നുണ്ടോ മുനു? ഇതിന്റെ മെയിൻ പരിപാടി ഇതാണ്. വണ്ടി തൂങ്ങി കിടക്കുന്ന കണ്ടാല് എന്തെങ്കിലും എടുത്ത് പറിച്ച് ഇങ്ങനെ ചാടണം പുറത്തേക്ക്. ഇത് വൃത്തിയാക്കണം എനിക്ക്. കാര്യമായിട്ട് നോക്കുന്നുണ്ടെന്നറിയില്ല. ഉമ്മാമയെ കൊന്നോന്ന് ഇല്ലടാ. ഉമ്മാമാടുണ്ട്. ഉമ്മാമാരെന്ന് അറിയോ? ഞാൻ പറയട്ടെ, ഉമ്മാമാരെന്ന് അറിയോ? നമ്മൾ ഈ വണ്ടി അടിച്ചത് വേറെ ടീമായിട്ടാ, മനസ്സിലായാ? അവരൊന്നിച്ചാണ് ഉമ്മാമ ഉള്ളത്, മനസ്സിലായാ? അതിൽ 2 ഗേൾസ് ഉണ്ട്. ആ ഗേൾസിനെ വെച്ചാണ് ഉമ്മാമ ഉള്ളത്, മനസ്സിലായാ? നാട്ടിൽ കൊണ്ടുപോണെന്നാ. നീ അവസ്ഥയിൽ കൊണ്ടുപോകാൻ കഴിയോ? മറ്റേ റേഡിയേറ്റർ ഇത് വിഷയമുണ്ട്. വെള്ളം ഒഴിച്ച് പോകേണ്ടി വരും. എസ് വിളിക്കുന്നടാ, ഇവനെ എസ് വിളിക്കുന്നടാ. ഫുൾ പിടിപാടാന്ന് തോന്നുന്നു. എന്നാന്ന് എടുത്ത ഹലോ സാറ് പറഞ്ഞോ. ഇല്ല, ഞാന് കൊച്ചിയിലുള്ളേ. ഇവര് പിടിപാടായി, പോലീസുകാരായിട്ട് പിടിപാടായി, ഫുൾ സെറ്റ്. അമ്മ വിളിച്ചിട്ട് ഹലോ തട്ടടയിലുണ്ടാ 2 പാക്കറ്റ് ചപ്പാത്തി. എടാ അവനെന്നാ പണി അറിയോ? എന്റെ മാനേജർ ഓനെ മനസ്സിലായില്ല. മുനു ഓൻ തട്ടടയിലാ പണി, പുട്ടുമുട്ടി അടിക്കലാ പണി. പക്ഷെ വണ്ടി പ്രാന്തനാണ് ആള്. ആഗ്രഹങ്ങള് BMW ബെൻസെല്ലാണ്, പക്ഷെ പണിയെടുക്കുന്ന തട്ടുകടയിലാണ്. ഏടാ നീ അബു സാലിമ മുട്ടിച്ചാടാ. ഞാൻ മെസ്സേജ് അയച്ചിട്ട് അബു സാലിമ റിപ്ലൈ തരുന്നില്ല. ഞാൻ മെസ്സേജ് തരുന്നില്ലേ? ഇവനെ 15K ഉള്ള സമയത്ത് ഇവനെ ഫോളോ ചെയ്യുന്നുണ്ടോ? അന്നേരം മുതൽ ഇവനെ കാണുന്നുണ്ട്. എനിക്കറിയാലോ, പണ്ട് മുതൽ ഇവനെ ഫോളോ ചെയ്യുന്നുണ്ട്. ഓ എനക്കറിയാം. ഞാൻ അബു സാലിമിനെ ഒന്നിച്ച് കണ്ടിട്ടുണ്ടെന്ന് എനക്കറിയാം. പക്ഷെ നീ കണ്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മളെ ഒന്നിച്ചിട്ടില്ലേ? അപ്പൊ നാളെ പോയിക്കാൻ എങ്ങനെ ഇരിക്കും? എന്തിരിക്കും? ഞാൻ എടുക്കും. ഞാൻ ആരും വിളിച്ചാ ഫോൺ എടുക്കാണ്ട്. അതല്ല എന്നെ വിളിച്ച് ഞാൻ എടുക്കൂലെന്ന് പറഞ്ഞാ. എടാ എന്താണ് ഇങ്ങനത്തെ മൈൻഡ്?
അവിടെ ഫേമസ് ആയി കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ ഞാനും ഇങ്ങനെ തന്നെ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാനും കുറച്ച് ഫേമസ് ആയാൽ ഞാനും ഇങ്ങനെ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ആയി മാറും. എന്തായി സീനം എന്ത് ചെയ്യാൻ പറ്റും? ഓടിച്ചോണ്ട് പോകാൻ പറ്റില്ല. റിസ്ക്കാന്ന് പറയുന്നു. ഇതിപ്പോൾ എന്താ സൊല്യൂഷൻ ഉള്ളത്? ഇങ്ങനെ കൊണ്ടുപോവാണെങ്കിൽ എത്ര നിർത്തി അതെ ഓരോ ഒന്ന് ഓണടിക്കുന്ന എന്തിന് അവിടെ അത്രയും സ്ഥലം ഉണ്ടായിട്ട് ഈ വണ്ടി അത് എന്തായാലും നിൽക്കൂല. അടിയിലേക്ക് കൊണ്ട് ടോപ്പ് പ്രശ്നമില്ല. മൈ ക്യാമറ വ്യൂ ബ്ലോക്കിംഗ് എന്ന് പറയുന്ന ബാക്കിലേക്ക് ആക്കിയ ഡബ്ല്യു മുനുവാ അങ്ങനെ പോണം. മുനിപ്പോ ഫുൾ മെയിൻ ആയിട്ടാ. മുനു മെയിൻ സാധനമായിട്ടാ. എടാ മുനുവിന്റെ അതറിയോ? മുനുവിന്റെ കോമഡി അറിയാം നിങ്ങൾക്ക്? മുനു ഇന്നലെ ഒരു ഫോട്ടോ ഇട്ട് ഇവൻ ആകെ ഉള്ളത് 2000-3000 ഫോളോവേഴ്സാണ്. 3000 അങ്ങനെ എന്തോ ഫോളോവേഴ്സ് മുനുക്ക്. എന്നിട്ട് മുനു ഇന്നലെ ഒരു ഫോട്ടോ ഇട്ട് പോസ്റ്റ് ചെയ്ത് ഞാൻ വെച്ച് നോക്കിയ 2000-5000 ലൈക്കിൽ നിൽക്കുവാണ്. എത്ര ലൈക്ക് നോക്കിയാ? വണ്ടി അടിച്ചിട്ട് ഫേമസ് ആയി ആള് വണ്ടി അടിച്ച് ഫേമസ് ആയി. ചാടിക്കാവാ നീ എന്നെ ഇപ്പൊ വിളിച്ച എന്താ വിളിച്ച? തന്നെ ശംഭൂന്നടാ. അട ഇവ ആളൊരുമാതിരി നീ വന്ന മുതൽ ഞാൻ നോക്കുന്നുണ്ട്. ഞാൻ കാര്യം പറയാ. ശംഭുവാ? ഏത് ശംഭു? ശംഭു ഞാൻ ഉദ്ദേശിച്ചോ? ബോറടിക്കാന് ചായ കുടിക്കേ? ഇന്ന് ലാസ്റ്റ് ഡേ ആണെന്ന്. അവിടെ ഇന്ന് ലാസ്റ്റ് ഡേ ആണോ? ലാസ്റ്റ് ഡേ ആണ് കൊച്ചിയിൽ. ലാസ്റ്റ് ഡേ ആണ്. നാളെയും മിക്കവാറും നാളെയും കൂടി ഉണ്ടാവും. സ്ട്രീമിന്റെ ലാസ്റ്റ് ഡേ ആണെന്ന് പറഞ്ഞത്. ആ നാളെ മിക്കവാറും ഞാൻ രാവിലെ അങ്ങനെ തെറിക്കും. ഇവന്റെ കൈ വറക്കുന്നതാ. വെള്ളടിക്കാനാ തോന്നുന്നു. ബായിലിട്ടിരുന്ന കണ്ടാ പറയും ഇവരെ വണ്ടീന്റെ ബാക്കിലാ പോയിട്ട് നമ്മള് ചാർട്ട് ചെയ്യുന്ന ആരെങ്കിലും പറയോ? ടോമറ്റ് വായിലിട്ട് തരാം. മുട്ടിപ്പിക്കും കേട്ടോ. ഇവൻ മുട്ടിപ്പിക്കാൻ വേണ്ടി ഇരിക്കുന്ന കേട്ടോ. ഞാൻ കുറച്ച് പരിഷ്കാരിയാണ്. ബാ ഓജോട് കളിക്കാൻ പോണ്ടേ? 10 മിനിറ്റ് വരുന്നാ? വരുന്നാ? അതെന്താ? അതെന്താ പേടിയാ? പേടിയാ? നീ നിസ്കരിക്കലുണ്ടോ? നിസ്കരിക്കലുണ്ടോ? കാര്യം ഞാൻ ചോദിച്ചാ നിസ്കരിക്കലുണ്ടോ? അതെന്താ? ചോദിക്കുന്നല്ലേ? ഇവക്കെന്താ ഇത്ര ചാടാ? അടി പെണ്ണിന് ഭയങ്കര ചാടാടാ. പെണ്ണിന് മരണ ചാടാടാ. ഹലോ ഇവളൊരു ഡേറ്റിന് പോയാലോ? ഇവള് ഇൻഫ്ലുവൻസറാണ്. വണ്ടി കയറാം. ചാറ്റ് പറ. ഇവളായിട്ട് ഡേറ്റിന് പോയാലോ? ചോദിച്ചു നോക്കിയാലോ? No, yes, no. No, yes, no. No. No, yes. Yes, no.
ചോദിക്കാം ബാബാ ചോദിക്കാം. ഞാൻ ഒന്നുമില്ല, കോഫി മാത്രം. എന്താ പരിപാടി? കഷ്ടം തരോ? ഫുള്ള് വേണ്ടോ? എന്താ പരിപാടി? ഞാൻ വേർക്കുന്നു. വെള്ളം വന്ന സ്ഥിതിക്ക് വള്ളംകളി ഓടിക്കാലോ. എന്തോ ഫ്ലിപ്പാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പോലെ ഇല്ലേ? ഇപ്പൊ എന്തും കിട്ടി, ഇപ്പൊ ഫ്ലിപ്പാന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ ഇല്ലേ? നോക്കിയാ നേരത്തെ കൈ പറക്കുന്ന കളിയല്ല. ഓംലേറ്റ് വായിച്ചു തരുമ്പോ നോക്കില്ല, അടങ്ങി പോവാ. വരുന്നോ? ഒരു ഡേറ്റിന് തരാം എൻ്റെ പുറം. മഴ അങ്ങനെ പോവാ ശരിക്കും? ഇല്ല, നമ്മള് രണ്ടാളോ ആരങ്ങ് ഓടിക്കും. വരുന്ന ഇല്ലയോ? അമ്മ പോന്നടാ. മുനോ നീ വീട്ടിലേക്ക് പോയിക്കോ. നിന്റെ ആവശ്യമില്ല. എന്റെ ആവശ്യമില്ല. ഇനി എന്നെ വിളിക്കില്ല, പൈസക്കൊന്നും വിളിക്കൂലല്ലോ. ഇവിടെ പൈസ ഉണ്ടല്ല, ഉറപ്പല്ലേ? പൈസ ഉണ്ടല്ലോ. കാണടാ, നിനക്ക് പെണ്ണിട്ടൂല പറഞ്ഞത് കാണടാ. നീ വരുന്ന ഇപ്പം വരുന്ന? പക്ഷെ ആടെ ഞാൻ ഇവളായിട്ട് ഡേറ്റിന് വന്നത് ഇടങ്ങാറാക്കാൻ പറ്റില്ല. കാര്യം പറയാലോ. ഇതല്ലേ നീ അങ്ങനെ ഓളെടുത്തിരിക്കണ്ട. നൈസായിട്ട് മുന്നില്ലേ ഓളെടുത്തിരിക്കാൻ പറ്റ്. നൈസായിട്ട് മുന്നിൽ ട്രിക്ക് ഇടുന്നത്. നീ അങ്ങനെ ഇരിക്കണ്ട ഓളെടുത്ത്. എന്തെന്താ? സോറി ഹിന്ദിക്കാരനാ? ബൈ ഹലോ, മലയാളിയാ? എന്താ പേരെന്നാ ബ്രോ? പേരെന്താ? ഇന്നലെ കണ്ടുപിടിച്ചോണ്ടല്ലോ. അന്നെയാ എവിടെ കണ്ടിര്? നിങ്ങളെവിടെയോ കണ്ടിരല്ലോ. നമ്മളെ മറ്റേ അസുർത്താത്തന്റെ മോൻ നിങ്ങളല്ലേ? നമ്മളപ്പുറത്തെ ജമീൽ. ഓ ഇങ്ങളല്ലേ? മറ്റേ ഇങ്ങളെന്നല്ല അത്? മറ്റേ നബിദിനത്തിന് ചോറ് കെട്ടിട്ട് ഓടിയ നിങ്ങളാ? അതാപ്പ നമ്മളെ കാസർഗോഡ്. നിങ്ങളെന്നല്ലേ? നിങ്ങളെ പേരെന്തേനു? കാസർഗോഡ് അങ്ങനത്തെ നബിദിനുണ്ടോ? മറ്റേ നബിദിനം. ആ നിങ്ങളല്ലേ ചോറ് കെട്ടിട്ട് ഓടിനാറ്റം പറയുന്നേട്ടെ. കൂടെ നീ ഉണ്ടായില്ലേ? നിങ്ങളെ പേരെന്ത്? ആഷിക്ക. എവിടെ സ്ഥലം? എവിടെ? ഞാൻ അവിടെ തന്നെ ഉള്ളടാ. എവിടെ? കൊച്ചിയിലോ? ഞാൻ 1.5 കിലോമീറ്റർ. നമ്മ കൊച്ചിക്കാരാണ് കേട്ടോ. നമ്മ കൊച്ചി ടീമാണ്. ഇതെന്റെ ചങ്കും പങ്കുവാണ് ചങ്ങായി. ഇയാളറിയോ? നല്ല പയ്യനല്ലേ? അറിയാൻ പാടില്ലേ? നിങ്ങക്കറിയില്ല? നമ്മുടെ ഗുണ്ടാ സെറ്റപ്പാണ് കേട്ടാ. ഞാൻ അപ്പുറത്തന്നെ ഇരിക്കണ. എടാ നീ എന്തിനാ വന്നിന് മുന്നു? നീ എന്തിനാന്ന് ചൊറയാക്കാൻ വരുന്നത്?
കാര്യമായിട്ട് ഇവൻ ചൊറാന്ന് പറഞ്ഞാണ്ടല്ലോ ഇവൻ എല്ലാം ഞാൻ എവിടെ പോയാലും എന്ത് ചെയ്താലും ചൊറയാക്കാൻ വെക്കുന്നേ വരും. ഇവിടെ ഇരുന്നോ? ഫോൺ എന്തിന് ഞാൻ വെറുതെ ആടിരിക്കും. ഇങ്ങനെ മൂട് അനക്കിന്റെ ഇവന്റെ മുഖം കാണാൻ സത്യം ഇതിന്റെ മുഖം കാണുമ്പോൾ കടിക്കാം. ആ എന്താ പേരെന്താ? അഭിലാഷ. നിങ്ങൾ എവിടെ ഉള്ളതാ? ഇല്ല, നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നതാ. അതാ ഇവിടെ അടുത്ത് താമസിക്കുന്ന. ആ എടുത്തോ. ഞാൻ എടുത്തരാം. ശരി. ചുമ്മാ എന്തോ ഒരു ആടിരുന്ന എങ്ങനെയാ ബാക്കിലിരുന്ന എങ്ങനെയല്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഭയങ്കര ഫേമസാണ്. ആ തനിച്ച് വിശക്കുന്നുണ്ടോ? വേറെ എന്തെങ്കിലും? ആണോ? എനിക്ക് ലേറ്റ് ആയിട്ട് മതിയോ? ഇവിടെ നീ എന്തിനാടാ എന്റെ ഇവിടെ വന്നിട്ട് ഇരിക്കുന്നടാ? എടങ്ങ് പോടാ, ചോറ എടങ്ങ് പോടാ. എന്താണടാ അടുത്തെന്ത് എന്തേ എന്താ കഴിക്കാൻ വേണ്ടേ? കഴിക്കാൻ എന്താ വേണ്ടേ പറ. എന്താ വേണ്ടേ? എനിക്ക് ഷവർമ. ഷവർമേ? മോനെന്താ വേണ്ടേ? മോനെ ഞാനൊന്നും വേണ്ട. നീ ഒന്ന് പോയി തരോ? ചോറയാന്ന് എന്തിനാ വഴക്ക് വന്നാ? എനിക്ക് ഇവന്റെ മുഖത്ത് നോക്കുമ്പോ ചവിട്ടാന്ന് തോന്നുന്നു. പിള്ള മൊത്തം കാണിച്ചിട്ട് മോൻ കണ്ട പിള്ള മൊത്തം തീർത്തിട്ട് ഇവൻ ഫുള്ള് റിവെഞ്ച് നമ്മളോട് തീർക്കല്. എന്തിനാ കളഞ്ഞിനി? ഇപ്പൊ ഒരു 20 വയസ്സ് തോന്നുന്നു. ഉറപ്പാ? നീ മാറി ഇങ്ങോട്ട് ഞാൻ ജീവിതത്തിൽ ഞാൻ അടുത്ത ട്രിപ്പിൽ ഞാൻ ഇവനെ കൂട്ടും. ഷവർമ മോനിക്ക് എന്താ വേണ്ട? മോനെ എനിക്ക് എന്തെങ്കിലും മതി. എന്തെങ്കിലും ശരി. കോലൂട്ടുണ്ടോ? ആയി കൂട്ടറോ? എനിക്കിത് ഷവർമ പറ. ഷവർമ? നീ ഷവർമ ഒന്നുണ്ടോ? കൊടുക്കുന്നുണ്ടോ? നീ വേറെ പറ. ഞാനോ എന്തെങ്കിലും തിന്നിട്ട് നമുക്ക് ഷവർമ കേൾക്കാം. എന്താ ഒന്നുമില്ല. പറ എന്താ വേണ്ടേ? ഷവർമ ഏതാ? ബൂഫിയോ ഷവർമ. ഓക്കെ, എനിക്ക് ലെബനീസ് മതിയാ. അത് നമുക്ക് പേരാക്കാം. ലെബനീസ്. എടാ നിനക്കെന്താ വേണ്ടേ? എനിക്ക് എന്താ വേണ്ടത് വെച്ചാൽ നീ ഓർഡർ ചെയ്തോ, നമ്മള് പോയി തിന്നോളൂ. കേട്ടിനാ? എടാ നിനക്കെന്താ വേണ്ടേ? ഒന്നും വേണ്ട. നീ പോയിട്ട് അവിടെ ഇരുന്നോ, അപ്പുറം എവിടെ പോയിട്ട് ഇരുന്നോ. എടാ പോയിക്കോ. ഓർഡർ എടുക്കാൻ വന്നല്ലേ? ഒരു ബൂഫിയ ഷവർമയും പിന്നെ ഒരു ലബനീസ് ഷവർമ റോളി. एक बूफे शर्मा एक लेबनी शर्मा. That's it. दो पीस कट करो. नहीं एक शर्मा नहीं कट करने का. ठीक है, कट नहीं करो, ऐसे लिखो. എന്താടാ ഹിന്ദി അറിയില്ലല്ല? ഹിന്ദി അറിയില്ലല്ല? പിന്നെ ഞാൻ ഇന്ത്യ അല്ലാണ്ട് പിന്നെ എന്താ ഞാൻ ഇപ്പൊ പറഞ്ഞ ഇന്ത്യ അല്ലാണ്ട് പിന്നെ ഞാൻ കൈ കഴിക്കോട്ടെ. ഞാനും കൈ മാറി.
ആ മുന്നു അങ്ങനെ ആയിപ്പോയി, ഓനെ നോക്കണ്ട കേട്ടോ. അത് ശരിയാ. ഭാഗ്യത്തിന് പൊട്ടനപ്പുറത്ത് പോയിട്ട് ഇരുന്നിട്ടുണ്ട്, എന്തോ പോയിരുത്. ഇനി മേലെ ഓനെ എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടാ. നീ ഫോണിൽ നോക്കണം, ഫോൺ നോക്ക്. എന്നിട്ട് ഞാൻ എയർ സ്ട്രീമർ അല്ലേ, അപ്പം അതിന്റെ സാധനങ്ങളൊക്കെ നോക്കാം. എൻ്റെ ഫോൺ എടുത്തോ, എൻ്റെ ഫോണാ, എൻ്റെ ഫോണ് വെക്കും. കണ്ണട, ഇങ്ങനെ മാസ്ക്, സാധനങ്ങള്, പിന്നെ സ്പീക്കറില്ലേ ഇതിൽ കൂടി ഇങ്ങനെ ഇത് വരും, സൂപ്പർ ചാറ്റിന്റെ സൗണ്ട് വരും, അറിയില്ലേ? മറ്റേ അമീൻ ഡൊണേറ്റഡ്. ഉമ്മാവാടാ ഇതായിട്ട് ഓജോ ബോർഡ് കളിക്കാം. അതിനൊന്നും ആവൂല, ഒന്നും ഇല്ലാത്തതാണ്. എനിക്ക് വിശ്വാസം ഉണ്ട് ഇതിലല്ലോ. ഈ മറ്റേ സിനിമ കണ്ടിട്ടേ, സൗബിന്റെ സിനിമ, ആ പ്രേതം വരുന്ന ഓജോ ബോർഡിന്, ആ രോമാഞ്ചല്ലേ? ആ അതിന് തന്നെ. അതിൻ്റെ അകത്ത് പ്രേതം വരും. പ്രേതം വന്നാൽ നമുക്ക് വിടാൻ പറ്റില്ല. സിനിമയിൽ പറയുന്നല്ലേ, ചിലപ്പോ വരോ നോക്കാം. അഥവാ വന്നിനെങ്കിൽ എന്തായാലും ചാവൊന്നും ചെയ്യില്ല, മരിക്കൊന്നുമില്ല. ഒപ്പരെ കൂട്ടിട്ട് പോവോ? അതാണ് മഴ വരുമോ? തിരിച്ചുതരോ? ഇത് അത്ര വിലയുണ്ട്? പിന്നെ ഒറിജിനലാണ് 3.25 ലക്ഷം. എനിക്ക് വലിച്ചത് തിരിച്ചു കിട്ടിയ ഭാഗ്യത്തിന്. നീ ഓവറാക്കല്ല, അവിടെ ഇരിക്കുമോ? ഒന്നാമത് വണ്ടി അടിച്ചിട്ട് ഞാൻ കടം കയറി അറിയാം. നിന്റെ ഓവർ എനർജി കാരണം കേരളം മൊത്തം അറിയാം. നിന്റെ ഓവർ എനർജി കാരണം വണ്ടി എന്നിട്ട് ഞാൻ കട ചോദിച്ചിട്ട് മാല തന്നിട്ടില്ല. പിന്നെ ഇതാക്കല് പണയം വെക്കാൻ തരണം. പോയാട്ടെ അവിടെ പോയി ഓവർ എനർജി ഉണ്ടെങ്കിൽ തൂറി തീർക്കാം. അവിടെ പോയി അവിടെ പോയി സോറി ഇവനാണ് ഒരു കാരണവശാലും എന്നെ അടി. ആർക്കും എടാ നിന്നോട് ചോദിച്ചില്ലല്ലോ, ഞാൻ ഇവളോടല്ല സംസാരിക്കുന്നു. നീ എന്തിനാ അടക്ക് കയറുന്നു? നമുക്ക് ഹാഫാക്കിയാ പോരെ. ഇതാടാ നിക്ക് വേണ്ടേ? അതെ പിന്നെന്തിനാ പറഞ്ഞ് നിക്ക് വേണ്ടേ? അല്ല നമ്മളൊന്ന് ഹാഫായിക്കോളൂ. ഇത് നിങ്ങക്ക് വാങ്ങിയതാ, നമുക്ക് ഫുഡ് വേണ്ട, നേരത്തെ കഴിച്ചല്ലേ. നീ കഴിച്ചിനോ? ഒന്നോ ഞാൻ പോയിട്ട് കൊടുക്കുന്നു. ടേസ്റ്റ് ഉണ്ടോ?
കരിഞ്ഞോ മുന്നൂറ് വേണോ? എനിക്ക് തീരെ വിശപ്പില്ല. എന്താ ഞങ്ങൾക്ക് പെട്ടെന്ന് തീരെ വിശപ്പില്ലാതെ പോയി തോന്നുന്നു. അതെന്താ? അറിയാം. എന്നാ കണക്ക് തീരെ വിശപ്പില്ലടാ. തിന്നാൻ തോന്നുന്നില്ല. കാണാം കാണാം കാണാം. എന്താ പെട്ടെന്ന് തീരെ വിശപ്പില്ലാത്തൊരവസ്ഥ. വിശക്കുന്നില്ല തീരെ. എനിക്കങ്ങനെ തോന്നുന്നില്ല. തോന്നില്ല. അവൾ തിന്നണ്ടാ മെല്ലെ മെല്ലെ മെല്ലെ. എന്തിനാണ് ഇവിടെ ഇരിക്കുന്ന ഒരു പോലെ പെപ്സി 40 rupees. നമ്മളെ കണ്ട 40 റുപ്യ കൈമുണ്ടെന്ന് തോന്നുന്നില്ല. അങ്ങനെ വില ഉറുപ്പിന്റെ ആണോ വേണ്ടേന്ന് ചോദിച്ചു. അതാണോ വേണ്ടത്? ആരതോ മാമ അതോ അത് റിയലും മാമയാണ്. ഞാൻ സിഗരറ്റ് വലി നിർത്തിയിട്ട് എത്ര ദിവസമായിടാ? ഞാൻ സിഗരറ്റ് വലി നിർത്തിയിട്ട് 29 28 ഒരു മാസമായി. ഞാൻ സിഗരറ്റ് വലി നിർത്തി. എൻ്റെ ഒന്നിച്ച് ഉള്ള ഉമ്മാമനറിയില്ലേ? ഉമ്മാമ വെയ്പ്പ് വലിക്കുന്നുണ്ട്. ഉമ്മാമനെ കൊണ്ട് ഞാൻ വെയ്പ്പ് നിർത്തിച്ച്. ഇന്നലെ ഞാൻ പറഞ്ഞ ഈ നിമിഷം നീ ചാടിയില്ലെങ്കിൽ നിനക്ക് ഒരിക്കലും നിർത്താൻ കഴിയില്ല എന്ന് പറഞ്ഞു. ചോൻ അപ്പം തന്നെ അടുത്ത് വെയ്പ്പ് കളഞ്ഞ് പോയാൽ കളഞ്ഞു. മറ്റേ മറൈൻ ഡ്രൈവ് ഇല്ലേ അടുത്തേക്ക് എടുത്ത് തരുന്നു. ഇപ്പൊ ഒരു സാധനമില്ല. സിഗരറ്റ് വെയ്പ്പ് നത്തിങ്. നീ കള്ളു കുടിക്കോ? കള്ളു കുടിച്ചാ നീ ഇസ്ലാമെന്ന് പുറത്താവില്ലേ? ചേട്ടാ ചേട്ടാ ഇതെടുത്തോട്ടെ. ഉപ്പിലിട്ടത് ഉപ്പിലിട്ടത് ഉപ്പിലിട്ടതാ എനിക്കിഷ്ടം. സത്യം എനിക്ക് തിന്നാൻ തോന്നുന്നില്ല. കഴിച്ചോ? എനിക്ക് തിന്നാൻ തോന്നുന്നില്ല. അല്ലെങ്കിൽ പതി വെക്കൂന്ന് പറഞ്ഞ ഞാൻ വാങ്ങിച്ചോ. അപ്പൊ വേണ്ടേ? മതി. ഇത്രയും കഴിക്കാൻ പറ്റില്ല. ഇത്രയും കഴിക്കാൻ പറ്റില്ല. അടച്ച മതി. അടച്ച കുറച്ച് കഴിക്കും. മുന്നു വേണോ? ഒരു ടണ്ണമ്മല്ലടിക്കും. എണ്ണമല്ല വെള്ളം ചേർക്കണ്ട. അടി എന്റെ ഉമ്മ എനിക്ക് മതി. ഇത്രയും കഴിക്കും. അടച്ച അവിടെ തിന്നട് തീർക്കണം. വേസ്റ്റ് ആവണം. എന്നിട്ട് എന്താ പരിപാടി? വൈറ്റ് ഷുഗർ അല്ല ഇതെന്റെയോ? യോ ഇതൊക്കെ ഇതിന്റെ കുറച്ച് ഇളം ഗ്രീനാണുള്ളൂ. ലൈറ്റ് ഗ്രീനാണുള്ളൂ. സെയിം ബ്ലാക്ക് പാന്റ്. യോ ഹായ്. എപ്പോഴേക്കോ ഒന്നും ആവില്ല. എന്താ നല്ല രസമുണ്ട്.
ഉണ്ട്. നല്ലല്ലേ? ഞാൻ സ്വന്തമായിട്ട് ചെയ്താണ്. ഞാൻ സ്വന്തമായിട്ട് എന്റെ കയ്യിൽ കൊണ്ട് ചെയ്താ മൊത്തം. രസമുണ്ട്. എന്താ എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. എനിക്ക് വയറ് നിറഞ്ഞു, എനിക്ക് വയറ് നിറഞ്ഞു. എനിക്ക് വയറ് നിറഞ്ഞു, അതുകൊണ്ടാ സത്യമായിട്ടും. നീ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? ഞാൻ ഇതിലിടെ വന്നിരിക്കുന്നത്. അല്ല, എനിക്ക് നിന്നെ ഇഷ്ടം. എനിക്ക് ചിന്നുമാനെ നല്ല ഇഷ്ടം. അതൊന്നല്ല അടി. എനിക്ക് ചിന്നുമാന്റെ ഒരു കട്ടുണ്ട്. ഇങ്ങനെ കണ്ണ് അല്ല, കറക്റ്റ് ചിന്നുമാന്റെ ഒരു കട്ടില്ലേ? അല്ല 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 അല്ല, അതുകൊണ്ടല്ല. അങ്ങനല്ല, ഞാൻ അങ്ങനല്ല ഉദ്ദേശിച്ചത്. ഞാൻ അങ്ങനല്ല ഉദ്ദേശിച്ചത്. അങ്ങനെയല്ല. ഇതെന്താ എല്ലാരും കിസ് കിസ് എന്ന് പറയുന്നത്? ബ്രോ ഷട്ട് അപ്പ്. കിസ് കിസ് എന്ന് പറയുന്നത് ഞാൻ കിസ് ചെയ്യുന്ന പേടിച്ചിട്ടാ മാസ്ക് ഇട്ട്. വെറുതെ മാസ്ക് ഇട്ടാ. ഉമ്മാമ്മയുടെ മാമനടുത്ത് പോണോ? ഉമ്മാനെ കാണാൻ പറ്റുമോ? ആ, മാമ ആരാന്നൊക്കെ മനസ്സിലായില്ലേ? നേരത്തെ ഉണ്ടായ കൂർന്നിട്ട് തടിയാൽ ഷമീർ. ഷമീർ കണ്ടോ? ഹലോ ഹലോ, കൈ തട്ടി വിളിച്ചാന്ന് തോന്നുന്നു. എന്തൊന്നും സംസാരിക്കാത്ത? സംസാരിക്കുന്നുണ്ട്. മുന്നോട്ടാണോ? മുന്നോട്ടോ? അല്ല, ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, അതുകൊണ്ട് വിളിച്ചോ. പാവം. എന്തൊക്കെയാ നോക്കുന്നോ? നീ മുനുവാന്ന് പറഞ്ഞ? അല്ല, മുന്നോടെ ഒറ്റയ്ക്ക് നിൽക്കുന്നോണ്ട് വിളിച്ചാ. അങ്ങനെ വിളിച്ചില്ല. നമ്മുടെ പൊരി വെക്കാൻ സംസാരിക്കും. നീ ഇത്ര സമയം എന്നെ പറഞ്ഞില്ല, നീ സംസാരിക്കും. അല്ല അല്ല, നിന്റെ കോൺഫിഡൻസ് ആണെന്ന് കണ്ടത്. നീ ഒന്ന് സംസാരിക്കും. ഇത്ര സമയം എന്നെ നീ അവിടെ ഇതാക്കാറ്. ഗാലറിയിൽ ഇരുന്നിട്ട് ഇത് പറയാൻ ആർക്കും കഴിയില്ല. പൊട്ടൻ ചിരിക്കുന്ന പോലെ ചിരിക്കുന്ന ആടിൽ പൊട്ടൻ ചിരിക്കുന്ന പോലെ കണ്ടാ, മഞ്ഞ പല്ലും വെച്ചിട്ട് ഇസ്തിരി മൂടെ. ഹലോ, ആ പറഞ്ഞോ. ആ ആ ആ ആ നോക്കാം. ഓക്കെ ഓക്കെ. എന്താ വിശേഷങ്ങൾ പറ. സുഖം. വീട്ടിലാരുണ്ട്? എണീച്ച് പോടാ. നീ എന്നാ എന്ത് ക്രിഞ്ചാന്നാടാ നീ? ഞാനെന്താ സംസാരിക്കണ്ടേ? ഒട്ടയാന്നാടാ നീ? സംസാരിക്കട്ടെ. പോ എണീച്ചിട്ട്. ഞാൻ ഇതേപോലെ ആക്കിയ, നീ നേരത്തെ തന്നെ ഇതേപോലെ ആക്കിയ ഞാൻ ഇരിക്കും കേട്ടാ. എന്താ ചെയ്യുന്നത്? എന്താ പറയണ്ടേ? ഞാൻ ചോദിച്ചില്ല, ഉമ്മ അപ്പ എത്താം വീട്ടില്.
അപ്പൊ ഗൾഫിൽ പോന്നിക്കാ. ഗൾഫിലെന്ത് ചെയ്യുന്നത്? അവിടെ ഒരു മാച്ച് ഉണ്ടല്ലേ. നോക്കി പഠിപ്പിക്കുന്നത്. ഞാൻ ചോദിച്ചതാ. അതേ ഉള്ളൂ എനിക്ക് ആകെ ബാക്കിയായിട്ട്. 150 ബാഗ് മാത്രമേ ജീവിതത്തിൽ സ്വന്തമായിട്ടുള്ളൂ. അങ്ങനെ അതും പോയി. പിന്നെ വേറെന്തെങ്കിലും വിശേഷങ്ങൾ? എന്താ ഇവിടെ വാ. നേരത്തെ മുന്നോനോട് ഇങ്ങോന്ന് പറഞ്ഞില്ല നാടിരിക്കുമ്പോ. ഞാൻ എന്നോട് പോവാൻ പറഞ്ഞല്ലോ. ഇതെന്താ നിങ്ങൾ ഇങ്ങനെ? നമുക്ക് പോവാ. ചൂടാല്ലപ്പ. അല്ല അതുകൊണ്ടല്ല നമുക്ക് ഇവിടുന്ന് പോവാം. നമുക്ക് പോവാം. ഞാനില്ല, ഞാൻ പോവാം. ചൂടാല്ലപ്പ. നമുക്ക് ഇവിടുന്ന് പോവാം. ഞാൻ ഊബർ വിളിക്കട്ടെ. കരയല്ലടാ പോട്ട്. എങ്ങനെയൊക്കെ ഊബർ വിളിക്കണ്ടേ? റൂമിലേക്ക് വിളിച്ചോ? അതെവിടെയായിരുന്നു സ്ഥലം? സ്ഥലം എവിടെയാ? സ്റ്റാർട്ട് ചെയ്ത കൊച്ചിൻ യൂണിവേഴ്സിറ്റിയോ? അവിടെ അല്ലേ? എന്താ പറഞ്ഞേ? എന്റെ മാല ഇരിച്ചാണ്. എന്റെ മാല എന്റെ മാല ഇരിച്ചോ? എന്റെ മാല ഇരിച്ചോ? അങ്ങനെ മാല കൈമാറിയിട്ടുള്ള ബന്ധമൊന്നും വേണ്ട കേട്ടിനാ. മാല കൈമാറിയിട്ടുള്ളതൊന്നും വേണ്ട. ഊബർ വിളിക്കില്ല. ഒട്ട ഒരു മിനിറ്റ് പുറത്തുണ്ടാവും. ഊബറിപ്പെത്തും. പുറത്തുണ്ട്. വാ. എവിടെ എത്തി നോക്കറ. 450 ഫീറ്റ് അവിടെ ഉണ്ട്. അത് നേരത്തെ വിളിച്ചോ തന്നെയാ. പൈസ കൊടുക്കണ്ടേ? വാ. പൈസ കൊടുക്കും. മുന്നോ പൈസ കൊടുക്കും. പൈസ കൊടുക്കും. പേയ്മെന്റ് എല്ലാവരും വ്ളോഗ് എന്ന് അറിയുന്നു. എല്ലാവരും വ്ളോഗ് എന്ന് അറിയുന്നു. ലൈവാന്ന് പറഞ്ഞിട്ട് മനസ്സിലാതായിരിക്കും. അങ്ങനെ ഒരു പരിപാടി ഉള്ളതേ ആർക്കും അറിയാമെന്ന് തോന്നല്ലേ. ഓണാക്കിയാ? നമ്പർ ലീക്കായാ? ഇല്ലല്ലോ. ഓക്കെ അല്ലേ? ശരി. അല്ല ചാറ്റ് ഇവിടെ പറയാനാണ്. അനക്ക് പെണ്ണ് കിട്ടൂലെന്ന് പറഞ്ഞു സുബീഷ് ചേട്ടാ. എന്നെ നോക്ക്. അനക്ക് പെണ്ണ് കിട്ടൂലെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറേ കാലം ഞാൻ അപമാനം സഹിച്ചിന് എൻ്റെ നാട്ടിൽ നിന്ന്. ഈ കൊച്ചിയിലേക്ക് വരുമ്പോൾ ഞാൻ ഇവർക്കൊരു വാക്ക് കൊടുത്തിന്. ഞാൻ തിരിച്ചു വരുമ്പോൾ ഒരു പെണ്ണിനെ സെറ്റാക്കിയിട്ടേ പോകുന്നു. എൻ്റെ വാക്ക് ഞാൻ പാലിച്ചു. ഞാൻ കാര്യം പറയല്ല, ഞാൻ കേൾക്കാത്ത ഇതില്ല. അപ്പൊ എനിക്ക് ഒരിക്കലും പെണ്ണ് കിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്നെ ചവിട്ടി താത്തിയ നായിന്നാ മക്കളാണിത്. ഇന്റെ മുന്നിൽ പറയുന്നത് നോക്കടാ അക്ക് പെണ്ണ് കിട്ടിയാ. സുബീഷ് ചേട്ടൻ സാക്ഷി. അല്ല സുബീഷ് ചേട്ടാ? ആ അല്ല അത്ര സുബീഷ് ചേട്ടാ. താങ്ക് യു സുബീഷ് ചേട്ടാ. കാണാം. ഞാൻ പറയട്ടെ? എടുത്തോ. എന്റെ ഈ ഫോൺ എടുത്തിട്ടുണ്ടെങ്കിൽ തീരെ ക്ലിയറും ഇല്ല. ഓക്കെ പോന്നാ. ബൈ.